വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വെളിച്ചമുണ്ടാകട്ടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. വെളിച്ചമായ ദൈവം തന്റെ മക്കൾക്ക് വെളിച്ചം നൽകാനും അവരെ വെളിച്ചത്തിന്റെ മക്കളായി നയിക്കാനും ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അവൻ എല്ലാ സ്നേഹത്തോടെയും വെളിച്ചമുണ്ടാകട്ടെ എന്ന് ആജ്ഞാപിക്കുകയും മഹത്തായ പ്രകാശം സൃഷ്ടിക്കുകയും ചെയ്തത്. ദൈവത്തിന്റെ എല്ലാ സൃഷ്ടികളിലും വെളിച്ചമാണ് ഏറ്റവും പ്രധാനം. കാരണം വെളിച്ചമില്ലായിരുന്നുവെങ്കിൽ എല്ലാ സൃഷ്ടികളും അന്ധകാരത്തിൽ ആഴ്ന്നിറങ്ങുമായിരുന്നു. മറ്റ് സൃഷ്ടികൾക്ക് മുൻപേ ദൈവം പ്രകാശം സൃഷ്ടിച്ചതിന്റെ കാരണം ഇതാണ്. വെളിച്ചം കാണാൻ കഴിയാത്ത ഒരു അന്ധനെ കാണുമ്പോൾ ആ വ്യക്തിയോട് സഹതാപം തോന്നും. ഒരാൾക്ക് കൈകാലില്ലാതെ എങ്ങനെയെങ്കിലും ജീവിക്കാം, പക്ഷേ കാഴ്ചശക്തിയില്ലാതെ ജീവിക്കുന്നത് ക്രൂരമാണ് എന്ന് നമ്മൾ സഹതപിക്കുകയും പറയുകയും ചെയ്യും. വെളിച്ചം സൃഷ്ടിച്ച ദൈവമായ കർത്താവ് നമുക്ക് പ്രകാശം കാണാനും ആസ്വദിക്കാനുമുള്ള കാഴ്ചയും നൽകിയിട്ടുണ്ട്. മനോഹരമായ പർവ്വതങ്ങളും ഫലഭൂഷ്ടമായ താഴ്വരകളും പക്ഷികളും മരങ്ങളും പൂക്കളും കാണാൻ കർത്താവ് നമ്മെ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ ആന്തരിക കണ്ണുകളാൽ സ്വർഗത്തെയും സ്വർഗത്തിലെ ദൈവത്തെയും കാണാനുള്ള കൃപയും അവൻ നമുക്ക് നൽകിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു എന്ന്. ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ കർത്താവ് അവന്റെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നു. ഇത് വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കളുടെയും സാക്ഷ്യമാണ്. ആ വെളിച്ചത്തിൽ മാത്രമാണ് നാം പിതാവായ ദൈവത്തെ കാണുന്നത്. തന്റെ വിലയേറിയ രക്തം ചൊരിയുകയും നമുക്ക് വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്ത കർത്താവായ യേശുവിനെ അറിയുക. ആ വീണ്ടെടുപ്പിന്റെ വെളിച്ചത്തിലൂടെ മാത്രമാണ് നാം അവനെ അബ്ബാ പിതാവേ, അവന്റെ മക്കൾ എന്ന് വിളിക്കുന്നത്. കർത്താവായ യേശു യോഹന്നാൻ 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവർ അന്ധകാരത്തിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവരായിരിക്കും എന്ന് പറയുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചം കൽപ്പിച്ച കർത്താവ് നിങ്ങളുടെ മേൽ പ്രകാശിക്കുകയും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും തന്റെ മഹത്തായ പ്രകാശത്താൽ നിറയ്ക്കുകയും ചെയ്യട്ടെ. ലോകത്തിലേക്ക് വരുന്ന ഓരോ മനുഷ്യനും വെളിച്ചം നൽകുന്ന യഥാർത്ഥ വെളിച്ചം നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും പ്രകാശിപ്പിക്കട്ടെ. ഇന്ന് ആളുകൾക്ക് അവരിൽ ഒരു വെളിച്ചമുണ്ട്. അതാണ് സുവിശേഷത്തിന്റെ വെളിച്ചം. ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ സുവിശേഷത്തിന്റെ വെളിച്ചം 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദൈവമക്കളെ, സുവിശേഷത്തിന്റെ ആ വെളിച്ചം സ്വീകരിക്കുന്നതിൽ തൃപ്തരാകരുത്. നിങ്ങൾക്ക് മറ്റൊരു പ്രധാന ഉത്തരവാദിത്തമുണ്ട്. ആ വെളിച്ചം ഏറ്റെടുത്ത് ക്രിസ്തുയേശുവിനെ ഇനിയും അറിയാത്ത നിരവധി ആളുകളിലേക്ക് എത്തിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം എഫേസ്യർ 5-ാം അധ്യായം 8-ാം വാക്യം. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 1 രാജാക്കന്മാർ 21-22 അധ്യായങ്ങൾ, വൈകുന്നേരം ലൂക്കോസ് 23-ാം അധ്യായം 26 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.